പ്രോഗ്രാമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് നോർമലി ആയിട്ടുള്ള ഒരു ബിഹൈൻഡ് ദ സീൻസ് ഓഫ് സ്റ്റേജ് പ്രോഗ്രാം അല്ല. കാരണം എന്താ പറയുക വെച്ചാൽ നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിലല്ലാണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ, ഇപ്പോൾ എറണാകുളം തമിഴ്നാടൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് പ്രോഗ്രാം ചെയ്യുന്നു, ആ സ്ഥലത്ത് പോകുന്നു, പ്രോഗ്രാം ചെയ്യുന്നു, ബാഗ് പാക്ക് ചെയ്യുന്നു, റിട്ടേൺ ബാക്ക് ടു ഹോം, ഇങ്ങനെയാണ്. ബട്ട് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന പരിപാടി, നമ്മൾ ജസ്റ്റ് അവിടെ പോയി പ്രോഗ്രാം ചെയ്ത് പെട്ടിയും പാക്കാക്കി തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളൊരു ട്രിപ്പ് ആക്കിയിട്ട് തന്നെ തിരിച്ചു വരാനാണ് പ്ലാന്. എക്സ്പ്ലോർ ചെയ്തിട്ട് വരും. അപ്പോൾ ഏത് സ്ഥലമാണെന്ന് അറിയാൻ നിങ്ങൾ വെയിറ്റിംഗ് അല്ലേ? നമുക്ക് ചോദിക്കാം. അമ്പലപ്പുഴ പാൽപ്പായസം കിട്ടുന്ന നാട്, കായലുകളാൽ പ്രസിദ്ധമായ നാട്, കേരളത്തിന്റെ നെല്ലറാന്നാണ്. നാലുപാടും വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട് മത്സ്യസമ്പത്തുള്ള ഒരു സ്ഥലം. കരിമീൻ, അതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം എടുത്ത് ഒരു ഉള്ളി വെച്ച് ക്ലിക്ക് ചെയ്തിട്ടില്ലേ? എനിക്ക് പീരീഡ്സാ. അപ്പം ഇന്ന് ഒരു ബിഹൈൻഡ് ദ സീൻസ് ഓഫ് സ്റ്റേജ് പ്രോഗ്രാം ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് നോർമലി ആയിട്ടുള്ള ഒരു ബിഹൈൻഡ് ദ സീൻസ് ഓഫ് സ്റ്റേജ് പ്രോഗ്രാം അല്ല. കാരണം എന്താ പറയുക വെച്ചാൽ നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിലല്ലാണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ, ഇപ്പോൾ എറണാകുളം തമിഴ്നാടൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് പ്രോഗ്രാം ചെയ്യുന്നു, ആ സ്ഥലത്ത് പോകുന്നു, പ്രോഗ്രാം ചെയ്യുന്നു, ബാഗ് പാക്ക് ചെയ്യുന്നു, റിട്ടേൺ ബാക്ക് ടു ഹോം, ഇങ്ങനെയാണ്. ബട്ട് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന പരിപാടി, നമ്മൾ ജസ്റ്റ് അവിടെ പോയി പ്രോഗ്രാം ചെയ്ത് പെട്ടിയും പാക്കാക്കി തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളൊരു ട്രിപ്പ് ആക്കിയിട്ട് തന്നെ തിരിച്ചു വരാനാണ് പ്ലാന്. അപ്പോൾ സ്ഥലം എവിടെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്തായാലും ഒരു കാര്യം പറയാം, നമുക്ക് പ്രോഗ്രാം ഉണ്ട്. പ്രോഗ്രാം ഇപ്പം അടുത്ത് തന്നെ ഉണ്ട്, ഞാൻ ഡേറ്റും പറയുന്നില്ല. പ്രോഗ്രാം ഉണ്ട്. ബട്ട് നമ്മൾ ഇതുവരെ പോകാത്തൊരു സ്ഥലമാണ്. അതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. ഞാനിതുവരെ പോയിട്ടില്ല പേഴ്സണലി. അപ്പം ഞങ്ങളവിടെ പോകുന്നു, ഡാൻസ് കളിക്കുന്നു. ഡാൻസ് കളിച്ചിട്ട് വെറുതെ ഇങ്ങനെ വരില്ല, ആ സ്ഥലം നമ്മൾ ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ട് വരും. അപ്പോൾ ഏത് സ്ഥലമാണെന്ന് അറിയാൻ നിങ്ങൾ വെയിറ്റിംഗ് അല്ലേ? നമുക്ക് ചോദിക്കാം. അമ്പലപ്പുഴ പാൽപ്പായസം കിട്ടുന്ന നാട്, കായലുകളാൽ പ്രസിദ്ധമായ നാട്, കേരളത്തിന്റെ നെല്ലറാന്നാണ്. നാലുപാടും വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട് മത്സ്യസമ്പത്തുള്ള ഒരു സ്ഥലം. ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത് നമ്മൾ ഒഴിവുവേളകൾ ആനന്ദകരമാക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ എന്ന് വെച്ചാൽ ഡാൻസ് കളിക്കുമ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കൊറിയോഗ്രാഫറും, ഡാൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ കോമാളി ഞാൻ തന്നെ ആയിരിക്കും. എൻ്റെ പിള്ളേരോട് ചോദിച്ചാൽ മനസ്സിലാവും. ഡാൻസ് കളിക്കുമ്പോൾ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളെല്ലാം ആയിരിക്കും. പക്ഷെ ഡാൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ കോമാളിയും ചളി പറയുന്ന ആളും പൊട്ടത്തിയെല്ലാം ഞാനാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നെ ക്ലോസ് ആയിട്ടുള്ളവർക്കറിയാം. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇപ്പം നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം. ട്രെയിനിൽ ആദ്യമായിട്ട് കയറുന്നതിൻ്റെ എല്ലാ സംഭവങ്ങളും കോർഡിനേറ്റർ, കൊച്ചിയിൽ പ്രോഗ്രാം ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന
പിന്നെ നമ്മളെ ആദർശ് നമ്മൾ കണ്ണൂർ തൊട്ട് ആലപ്പുഴ വരെ സംസാരമായിരുന്നു. ഈ സംസാരം എന്ന് വെച്ചാൽ ഒരു സംസാരം ഇതിന് മാത്രം സംസാരിക്കാൻ എന്നുള്ളതെന്ന് ഞാൻ ആലോചിക്കുന്നു. എൻ്റെ ദൈവം ഇപ്പോൾ ആലോചിക്കുന്നു. പക്ഷെ എന്നാലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും സംസാരിക്കുന്നു. ആ ബോഗിയിൽ ഒരാൾ ഉറങ്ങിയിട്ടില്ല. ഈ വീഡിയോ ആ ബോഗിലുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സോറി, സത്യം പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ നല്ലോണം ബുദ്ധിമുട്ടിച്ചിന്. പക്ഷെ ആ ബോഗിലുള്ള എല്ലാവരും നല്ല ആൾക്കാരേനു. അവിടെ നിന്ന് നിങ്ങൾക്ക് കാണാം, അവരൊക്കെ നമ്മൾ നോക്കിയിരിക്കുക. നമ്മളെ സംസാര രീതികളും വർത്താനവും കോമഡി എല്ലാം കേട്ടിട്ടിരിക്കുക. പക്ഷേ അത് എല്ലാവർക്കും പിടിക്കണം എന്നില്ല, എല്ലാവരും ആ സെൻസിൽ എടുക്കണം എന്നില്ല. കാരണം ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഉള്ളതാണ്. പക്ഷെ നമ്മൾ അലമ്പ് എന്ന് പറഞ്ഞാൽ അലമ്പ് ഇതാ ചിരിക്കുന്നുണ്ട് ആ ഏട്ടനിലോ. അപ്പോൾ നമ്മളിങ്ങനെ എന്തെല്ലോ പറയും. നമ്മൾ കുറച്ച് മറ്റേ ആ സിനിമേൻ്റെ ഇത് കളിച്ചു. മറ്റേ ഇങ്ങനെ ഒരു അക്ഷരം പറഞ്ഞിട്ട് ഇപ്പം മാന്നൊരു അക്ഷരം പറഞ്ഞാൽ മാ വെച്ചിട്ട് സിനിമ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞ എമ്മോയിൻ ഗെയിം വാങ്ങിയ ആകുന്ന സാധനമല്ലേ, അത് കളിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനാ പറഞ്ഞത് പണ്ടാരോ, ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഗെയിം കളിക്കാം. മീൻസ് നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള കളി കളിക്കാം. ഈ എമ്മോയിൻ ഗെയിം, മന്തി സിനിമ, പാട്ട് കളി അതെല്ലാം വിട്, നമുക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇത് വരാനൊരു റീസൺ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൂട്ടത്തിലെ മൈനർ ഫോൺ കൊണ്ട് കളിക്കുന്നു. ഇങ്ങനെ ഫോൺ കൊണ്ട് നമ്മളെല്ലാവരും വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ ഓ മാത്രം ഫോൺ കൊണ്ട് ഇങ്ങനെ കളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ചെറിയ കുട്ടികൾ ഇങ്ങനെ ഫോൺ കൊണ്ട് കളിക്കുന്നത് ഒട്ടും ശരിയില്ല. മീൻസ് പഠിക്കേണ്ട ആവശ്യത്തിനൊക്കെ ഇവനെന്നാ ഇപ്പം എല്ലാം കളിക്കുന്നതെന്ന് എന്നിട്ട് ഞാൻ തുടങ്ങി. അങ്ങനെ ഒരു ടോപ്പിക് കിട്ടിയപ്പോൾ നമ്മൾ പറഞ്ഞ് നമുക്ക് സംവാദം മീൻസ് ഡിബൈറ്റ് കോമ്പറ്റീഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വെക്കാമെന്ന് പറഞ്ഞു. അവർ മൊബൈൽ ഫോൺ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ളൊരു തീം എടുത്തു. നമ്മൾ മൊബൈൽ ഫോൺ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോൺ, സ്വന്തമായിട്ടുള്ള മൊബൈൽ ഫോണിൻ്റെ ആവശ്യമില്ല എന്നുള്ള തീം എടുത്തു. പിന്നെ ഇങ്ങോട്ട് വർത്താനായി കുറേ പോയിൻറ്റ്സ് പറഞ്ഞു. ലാസ്റ്റ് അവർ തന്നെ ആ പോയിൻറ്റ്സ് പറഞ്ഞ് ജയിച്ചത്. പക്ഷേ സത്യം പറഞ്ഞാൽ രണ്ട് ഭാഗത്തും ഇതുണ്ട്. മീൻസ് ഏതൊരു ഡിബൈറ്റിൻ്റെ ടോപ്പിക് ആണെങ്കിലും അറിയാലോ അതിനൊരു പോസിറ്റീവ് വശം ഉണ്ടാവും, നെഗറ്റീവ് വശം ഉണ്ടാവും. അതാണല്ലോ നമ്മൾ ഡിബൈറ്റായിട്ട് എടുക്കുക ബൈ ദ ബൈ. അപ്പം നമ്മുടെ ഡിബൈറ്റ് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ഞാൻ മ്യൂട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. കാണണമെന്നുണ്ടോ? അപ്പോൾ ഇന്ന് കണ്ടേക്ക് നമ്മളെ പോയിന്റ്സ് ഒക്കെ നിങ്ങളൊന്ന് പോയി കാണും. ഉപയോഗിക്കുന്ന സാധനമാണ് പണ്ടൊക്കെ കമ്പ്യൂട്ടർ. ഫോണെന്ന് വെച്ചാൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. എല്ലാരും മോനെ, പക്ഷെ അതിനേക്കാട്ടും കൂടുതൽ ഫോണല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. ലാപ്പ് നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ. സംവാദം ഇപ്പോൾ ഇവിടെ തുടരുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, സാധനമാണ് ഫോണ്. മനസ്സിലായി? ലാപ്ടോപ്പ് എന്നെല്ലാം പറയുന്നത് നമ്മളിങ്ങനെ കോമൺ ആയിട്ട് ഡെസ്ക്ടോപ്പിലെല്ലാം വെച്ച് ഉപയോഗിക്കുന്നു. പോകുമ്പോൾ ഉപയോഗിക്കാം. വീട്ടിലാണെങ്കിലും ലാപ്പ് ഉപയോഗിച്ച പ്രശ്നമില്ല. അയ്യോ, ഉപയോഗിച്ച പ്രശ്നമില്ലാന്നല്ലേ ഞാൻ ഇവള് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സാധനം യൂസ് ചെയ്യാം ഈ പറയുന്ന പോലെ. പക്ഷേ അതായത് എഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നീ പറഞ്ഞ പോയിന്റാ ഞാൻ പറയുന്നത് വെച്ചാൽ ലാപ്ടോപ്പിനേക്കാൾ കൂടുതൽ പ്രൈവസി ഉള്ള സാധനമാണ് ഫോൺ. നമുക്ക് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാം, ഇങ്ങനെ ഉപയോഗിക്കാം. മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതല്ലേ ഏറ്റവും നല്ലത്. പ്രൈവസി കൂടുതൽ. അപ്പൊ ആലോചിച്ചിട്ടില്ല. എന്റെ പറയുമ്പോ എന്റെ മനസ്സിലുള്ള ലാപ്ടോപ്പ് ലാപ്ടോപ്പാ. അതാ പറഞ്ഞ സംഭവം. അതാണ് എന്റെ ഫുള്ള് പറയട്ടോള്. ഞാൻ അതിനെപ്പറ്റി സംസാരിച്ച അതിനേക്കാൾ പ്രൈവസി ഉള്ള സാധനമാണ് ഈ കുഞ്ഞു മൊബൈൽ ഫോൺ. ലാപ്ടോപ്പ് ഇത്ര ലെനോന്റെ ലാപ്ടോപ്പ് ഞാൻ പിന്നെ കുറച്ച് വലിയ സ്ക്രീനാണ്. നമ്മളിങ്ങനെ അതും നമ്മള് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ടേബിളിൽ അങ്ങനെ വെച്ചു. ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഉപയോഗിക്കുന്നുണ്ട് പബ്ലിക് ആയിട്ട് എല്ലാരും കാണാം. പക്ഷെ ഫോൺ അങ്ങനെയല്ല. ഫോൺ എനിക്ക് ഇവിടെ ഇരുന്ന് ചൂടായി. അത് അഡ്വാൻറ്റേജ് അല്ലേ? ഇറ്റ്സ് ആൻ അഡ്വാൻറ്റേജ്. ഫോണിന്റെ അഡ്വാൻറ്റേജ് അല്ലാണ്ട് നിങ്ങൾ ഇലക്ട്രോ നമ്മള് പറയുന്നത് ഫോണിന്റെ നെഗറ്റീവും പോസിറ്റീവും അല്ലാണ്ട് പ്രസന്റേഷൻ പറഞ്ഞില്ല. പ്രസന്റേഷൻ
ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. നമ്മൾ പറഞ്ഞ വിഷയം ഇന്റർനെറ്റ് അല്ല, മൊബൈൽ ഫോൺ നമുക്ക് അന്ന് നമ്മൾ പറയുന്ന വിഷയം ഇന്റർനെറ്റിന്റെ ദുരുപയോഗം അതല്ല. ഇന്റർനെറ്റിനോട് മറ്റൊരു കാര്യമില്ല. ഇന്റർനെറ്റ് കിട്ടാണ്ട് ഈ ഫോണിലൊന്നും ചെയ്യാൻ പറ്റില്ല. 17 വയസ്സുള്ള ഡാക്ടർ 100% ഒരു 16% ഇന്റർനെറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാക്കി 84% ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നത് ഫോണിലും നമുക്ക് ഈ പറയുന്ന ഡാർക്ക് വെബ് എന്ന് പറയുന്ന സാധനം എടുക്കാം. അതിന് മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് മാത്രം ഉപയോഗിക്കും. മൊബൈൽ ഫോണിൽ എനിക്ക് എന്തിനാ ഫോൺ ഇന്റർനെറ്റ് ഇല്ലാണ്ട് യൂസ് ചെയ്യാം? നീ എന്തിനാ യൂസ് ചെയ്യാം ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം ജീവിതത്തിൽ ഇതുവരെ ആലപ്പുഴയിൽ കാലുകുത്തിട്ടില്ല. അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല, കുറച്ച് ഉറക്കപ്പിച്ചാണുള്ളത്. ആ ഉറക്കപ്പിച്ചിൽ ഞങ്ങളിതാ ആലപ്പുഴ എത്തിയിരിക്കുന്നു. ഇനി നേരെ റൂമിൽ പോയി ഉറങ്ങലാണ് പരിപാടി. രാവിലെ എഴുന്നേൽക്കുള്ളൂ. ചിലവർ ബ്ലോഗിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പുറകിൽ മറങ്ങിട്ട് നോക്കുന്നുണ്ട്. ഓടിക്കേരി ഇങ്ങനെ ചുമ്മാ ഇവിടെ കുറച്ച് സമയം നിർത്തിയിട്ടുണ്ട്. വളരെ കുറച്ച് സമയം നിർത്തിയിട്ടുണ്ട്. കുറച്ച് നേരം ഉറങ്ങിയിട്ട് വരാം. ഒരു മൂടത്ര ശരിയില്ല എല്ലാവരും. നമ്മൾ ചായ കുടിക്കുന്നുണ്ട്, ഇപ്പോൾ ഇല്ലല്ലോ, ഇല്ല, നേരെ ഉറക്കായിരിക്കും. നേരെ പോട്ടെ, ഉറങ്ങിട്ടേ ബൈ. ഡിബേറ്റൊക്കെ കഴിഞ്ഞ് കുറേ സമയം നമ്മൾ സംസാരിച്ചൊക്കെ ഇരുന്ന് നമ്മൾ ആലപ്പുഴ ഒരു 5:30 ആകുമ്പോൾ എത്തി. നിങ്ങൾ കണ്ടല്ലോ റെയിൽവേ സ്റ്റേഷനിൽ. പിന്നെ 5:30 എന്നൊക്കെ പറയുന്നത് ഉറങ്ങുന്ന ടൈമല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പോയി കുറച്ച് നേരം ഉറങ്ങിയിട്ട് ബാക്കി പരിപാടികൾ കാര്യങ്ങളാക്കാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി മുതലേ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ വിചാരിച്ചു ഇനി പോയി ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഗൈസ്, നമ്മളിവിടെ ഒരു ഗെയിം കളിക്കാൻ പോവാണ്. ഗെയിം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ 12th Man എന്ന് പറഞ്ഞ പടം കണ്ടിട്ടില്ലേ? ഇങ്ങനെ ഫോൺസ് വെച്ചിട്ട് നമ്മളിങ്ങനെ കാഷ്വൽ ആയിട്ട് സംസാരിക്കും. ദെൻ ആരാണോ ഫോൺ വരുന്നത് അത് നമ്മളിപ്പോൾ സ്പീക്കറിലിട്ടിട്ട് എടുക്കും. ഇതാണ് കളി. ഒന്നും കുടിക്കണ്ട. ഇല്ല കുടിക്കൂല. ഓക്കെ, നോക്കട്ടെ. ഉച്ചക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു. വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുഴപ്പമില്ല, അങ്ങ് കഴിച്ചു. പിന്നെ നമ്മൾ റെഡിയായി നേരെ ആലപ്പുഴ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇന്ന് കുറേ പരിപാടികളുണ്ട്, നമുക്ക് തകർക്കാൻ പോവുകയാണ്. അപ്പം ആലപ്പുഴയിലെ എല്ലാ ഐറ്റിനറിയും തീർത്തിട്ടേ വരുമെന്ന് ശബ്ദം എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആലപ്പുഴ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമമാണ്. ആ ഗ്രാമം നല്ല ഡിസ്ട്രിക്റ്റാണ്. ആ ഡിസ്ട്രിക്റ്റിൽ എന്താ പറയുക, ഭയങ്കര കുറേ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ബോട്ടാണ്. ബോട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് കുറേ വേമ്പനാട് കായൽ, ദെൻ കുട്ടനാട്, ഇതൊക്കെയാണ് കാണാൻ പറ്റുക. കുട്ടനാട് കാണാൻ പറ്റും, വേമ്പനാട് കായൽ കാണാൻ പറ്റും, ഇതൊക്കെ തന്നെ. പിന്നെ അവിടുത്തെ ഒരു ട്രഡീഷൻ കൾച്ചർ ഒക്കെ കാണാൻ പറ്റും. അവിടുത്തെ നാട്ടുകാർ ജീവിക്കുന്ന രീതി, അവരുടെ വരുമാന മാർഗ്ഗം, അങ്ങനത്തെ കൾച്ചറിലേക്ക് ഇറങ്ങാൻ പറ്റും. മീൻസ് കുറച്ചുകൂടി ലോക്കലായിട്ടുള്ള ഏരിയകളിലായിരിക്കും നമ്മൾ ബോട്ടിൽ കൊണ്ടുപോകുക. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റും. അതൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ടെമ്പിൾ, അതാണ് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ നെൽപ്പാടം, കൃഷി, അതൊക്കെ കോമൺ ആയിട്ട് കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഉള്ളതല്ലേ, അതൊക്കെ കണ്ടു. പിന്നെ കുട്ടനാടൻ താറാവുകൾ, അങ്ങനെ കുറച്ച് ഭംഗിയാണ് ആക്ച്വലി. എന്താ വെച്ചാൽ മൊത്തത്തിൽ ബോട്ട്, ആ ഗ്രാമം ഭയങ്കര ഭംഗിയാണ്. മീൻസ് താറാവുകളും ബോട്ടും എന്താ പറയുക, നെൽപ്പാടങ്ങളും, അങ്ങനത്തെ ഒരു സ്ഥലം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആലപ്പുഴയിലെ വള്ളംകളി നടക്കുന്ന സ്ഥലമാണിത്. അവിടുന്ന് ഇങ്ങോട്ട് വരും എന്നാണ് പറയുന്നത്. അപ്പം കുറച്ച് ആഴത്തിലേക്ക് നമ്മളിപ്പോൾ ഇറങ്ങി എന്നാണ് അർത്ഥം. ബോട്ടിലെന്ന് വെച്ചാൽ ഹൈ വോളിയത്തിൽ സ്പീക്കറിൽ സോങ്സ് വെച്ച് നല്ല വൈബായിരുന്നു. സത്യം പറഞ്ഞാൽ വൈബ് എന്ന് വെച്ചാൽ വേറെ ലെവല്. നമ്മളെല്ലാവരും ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഭയങ്കര എനർജി നമുക്കെല്ലാവർക്കും, ഇങ്ങനെ അടിച്ചു പൊളിക്കാന്നല്ലേ, അങ്ങനത്തെ എനർജി ആയിരുന്നു. പാട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ പാട്ടൊന്നും പ്ലേ ചെയ്യില്ല, കാരണം കോപ്പിറൈറ്റ് വരും.
സംഭവം നല്ല ആംബിയൻസ്. അത് നമ്മൾ സൺസെറ്റിൻ്റെ ആ സമയത്താണ് പോയത്. നല്ല ആംബിയൻസ്, കുറേ നമ്മളെല്ലാവരും വൈബുള്ള കുറേ ആൾക്കാർ, ഫുഡ്, എന്താ പറയുക, നല്ല ആൾക്കാർ എല്ലാം കൂടി ഇങ്ങനെ. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൗസ് ബോട്ടിനൊക്കെ 8,000 ഒക്കെയാണ് വരുന്നത്, ഈ കാണുന്ന ഹൗസ് ബോട്ടിനൊക്കെ. പക്ഷേ സീരിയസ്ലി ഈ ഹൗസ് ബോട്ടിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പോയ ബോട്ടിലുണ്ട്. എന്ന് വെച്ചാൽ ഹൗസ് ബോട്ടിൽ ലൈറ്റിംഗ് ഉണ്ട്, DJ ലൈറ്റ് കാര്യങ്ങളുണ്ട്, നമ്മളെ ബോട്ടിലും DJ ലൈറ്റ് കാര്യങ്ങളുണ്ട്. അതിൽ ഫുഡ് ഐറ്റംസ് കൊടുക്കുന്നുണ്ട്, ഇതിലും ഫുഡ് ഐറ്റംസ് കഴിക്കാൻ പറ്റും. പിന്നെന്താ പറയുക, അതെ, വേറെ എന്താ ഇപ്പോൾ പറയുക, ഹൗസ് ബോട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് ആക്ച്വലി. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് ബോട്ടിൻ്റെ ആവശ്യമില്ല. ഹൗസ് ബോട്ടിലെന്നാൽ റൂം ഉണ്ടാവും, ആകെ മാറ്റം എന്ന് വെച്ചാൽ കിടക്കാൻ ഇങ്ങനെ റൂമും കിടക്കയെല്ലാം ഉണ്ടാവും, അതായിരിക്കും മാറ്റം. പക്ഷെ അവിടെ കൊടുക്കുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെയും ഉണ്ട്, ലൈറ്റിങ്ങും കാര്യങ്ങളുണ്ട്, ഫുഡുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ആകെ ഒരു ചെറിയ വ്യത്യാസം എന്ന് വെച്ചാൽ ഹൗസ് ബോട്ടിൽ റൂം ഉണ്ടാവും. റൂം നമുക്ക് വേണ്ടല്ലോ, റൂമിൽ ഉറങ്ങാനാണെങ്കിൽ വീട്ടിൽ ഉറങ്ങിയാൽ പോരെ, നമുക്ക് ആംബിയൻസ് അല്ലേ വേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വേർത്ത് ഇത് തന്നെയാണ്, ഹൗസ് ബോട്ട് എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഹൗസ് ബോട്ടിൽ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ, മേലെ കയറി നിൽക്കാൻ പറ്റും. അത് പക്ഷേങ്കിൽ ഇങ്ങനത്തെ ബോട്ടിലും ചില ബോട്ടുകളിൽ മേലെ കയറി നിൽക്കാൻ പറ്റും. ഹൗസ് ബോട്ട് തന്നെ എടുക്കണം എന്നില്ല. നമ്മളെടുത്ത ബോട്ട് പോലത്തെ ബോട്ടിൻ്റെ മേലെ ഇങ്ങനെ റൂഫ് ടോപ്പ് പോലെ കിട്ടുന്ന ബോട്ട് ഉണ്ട് വേറെ, അത് എടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ്, അതുപോലെ തന്നെയായി, സെയിം അതുപോലെ തന്നെയായി. പിന്നെ എൻ്റെ കൂടെയുള്ള എല്ലാവരും പറഞ്ഞു മേലെ വേണ്ട, ഇത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞു. ആലപ്പുഴയുടെ മണ്ണിന്റെ മണമുള്ള അമൃത തിരയാടും പായൽ പച്ചപ്പിൽ പാവ അമൃത കഴുകാട്ടോ നമുക്ക്. കാലിനെ കൊണ്ടായിക്കോ. എന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളതാണ് കുട്ടനാട്. പക്ഷെ ഞാൻ ഒരു കാര്യം, എനിക്കിപ്പോ ആലപ്പുഴ കണ്ടപ്പോ എന്താ തോന്നിയെന്ന് വെച്ചാല് സ്ഥലങ്ങളെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ് തോന്നിയത്. ആലപ്പുഴയുടെ മെയിൻ വൈബ് ബോട്ട് തന്നെയാണ്. മീൻസ് സ്ഥലം അങ്ങനെ ഞാൻ കുട്ടനാട് കുറെ കേട്ടില്ല. എന്തല്ലോ താറാവൊക്കെ ഇവിടെ, താറാവെല്ലാം കുറെ ഉള്ള സ്ഥലമല്ലേ കുട്ടനാട്. അപ്പോ അവിടെ കണ്ടുപോലെ തന്നെ ഇവിടെ തോന്നുന്നു, പ്രത്യേകിച്ചൊന്നും. പക്ഷെ ബ്യൂട്ടിഫുൾ ആണ്, വൈബാണ്. പിന്നെ അതാണ് ഹൗസ് ബോട്ട്, അത് നമ്മൾ എടുത്തില്ല, അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല. അല്ല, ഇതിന്റെ ഹൗസ് ബോട്ട്. ഇനി നമുക്ക് കുറച്ച് ഗാനമാവാം. നീ വെക്കുന്ന ഓപ്പറേറ്റർ കരിമീൻ, അതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം എടുത്ത് ഒരു ഉള്ളി വെച്ച് ക്ലിക്ക് ചെയ്തിട്ടില്ലേ. ഗൈസ്, അപ്പോൾ റൂമിലെത്തി, നല്ല ടയേർഡാണ്. ആലപ്പുഴയുള്ള എല്ലാ ഫുഡ് ഐറ്റംസിനും നല്ല എരിവായിരിക്കും കേട്ടോ. ഞാൻ ആദ്യമായിട്ട് മുളകിട്ട ചിക്കൻ കറി കഴിക്കുന്നത്. പുളിമോളം എന്ന് പറയും ഇവിടെ കണ്ണൂർ സൈഡ്. മുളകിട്ട അല്ലെങ്കിൽ തേങ്ങ അരച്ച ചിക്കൻ കറി അല്ലേ നമ്മൾ കഴിക്കുക, ഇത് മുളകിട്ട ചിക്കൻ കറി. എനിക്ക് പീരീഡ്സാ. അപ്പൊ കളിയുടെ നിർണായക ഘട്ടത്തിലാണുള്ളത്. ഇനി വൈ ആരാവും അറിയില്ല, നോക്കാം. പറഞ്ഞോ 4 നമ്മളൊരു കുപ്പീനെ കൊണ്ടുള്ളൊരു ഗെയിമില്ലേ, നിങ്ങൾ കളിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. 2 ടീമായിട്ട് ഇങ്ങനെ കുപ്പി എടുത്ത് ഓടുന്ന
ആ ഒരു ഗെയിമാണ്. ആ ഗെയിം ഇതുവരെ അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ, ഞാൻ പറഞ്ഞു തരാം ഡീറ്റെയിൽ ആയിട്ട്. നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിൻ്റെ വീഡിയോ ഉണ്ട്. പിന്നെ നിങ്ങൾ ബോറടിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ട് ഇടാഞ്ഞതാണ്, കുറച്ച് ഭാഗം മാത്രം ഇട്ട് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ ആ ഗെയിം കളിച്ചപ്പോൾ ആ ഗെയിമിൽ ജയിച്ചത് ഞങ്ങളാണ് ഗൈസ്. അമൃതേൻ്റെ ടീം തോറ്റ്. അപ്പോൾ അമൃതേൻ്റെ ടീം തോറ്റപ്പോൾ കുട്ടുവാട്ടം പറഞ്ഞു ഓക്കെ തോറ്റ ടീം മങ്കി MONKEY മങ്കിയാണല്ലോ ആയത്. അപ്പോൾ മങ്കി ആയിട്ട് വരണം എന്ന് പറഞ്ഞു, റാം വാക്ക് പോലെ. അപ്പോൾ ഓരോരുത്തർ വന്ന് മങ്കി ആയിക്കൊണ്ട് ചെയ്യുവാണ്. ലെക്ചർക്കാരിങ്ങനെ എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. കോഡ് നമ്പർ 302 302. ഓട്ടോറിക്ഷ ഓടിച്ചത് ഇല്ല, ഇത് അപ്രൂവ് അല്ലേ? ഓക്കെ ഞാൻ പറയാം. നമുക്കിവിടെ ജഡ്ജസ് ഉണ്ടായിരുന്നു. ദാ ഇവിടെ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളാണ് ജഡ്ജസ് പറഞ്ഞത് ലെക്ചർ കുരങ്ങും പിന്നെ ശ്രീധനും കുരങ്ങും കറക്റ്റ് ചെയ്തിട്ടില്ല എന്നാണ്. അപ്പൊ അവരെ വൺ സ്റ്റോൺ ചെയ്യേണ്ടതാണ്. ഇനി ശ്രീധനു അപ്പൊ അഭിനയിക്കാൻ അറിയില്ല. ഈ 4 കുരങ്ങന്മാര് ഒരുമിച്ച് സ്റ്റേജിലേക്ക് വരുന്നതാണ്. 4 ആള് സ്റ്റൈലില്. റെഡി 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 5 6 7 ഗോ. ഇല്ല ഇത് വൈൻഡപ്പ് അല്ല, ഇത് വ്ളോഗിന്റെ ഭാഗമാണ് ഗൈസ്. അപ്പൊ നമ്മൾക്ക് കുറച്ച് സമയം കിട്ടിയതുകൊണ്ട് നമ്മൾ ചെയ്തതാണ്. അപ്പൊ നാളെ ഇനി മോർണിംഗ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അമ്പലപ്പുഴ പാൽപ്പായസം, അവിടുത്തെ ടെമ്പിൾ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ഓക്കെ ബൈ, ഇന്നേക്ക് ഗുഡ് നൈറ്റ്.